ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടെന്നസി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഇന്നലെ വൈകുന്നേരം അറ്റ്ലാന്റയിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിട്ട് ഇന്നലെ രാത്രി ഒരു 7 മണിയോടുകൂടി നമ്മൾ ടെന്നസിയിലെത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടെന്നസിയിലെ സ്മോക്കി മൗണ്ടൈൻ്റെ ഒരു വാലിയിലുള്ള ഒരു വുഡൻ ക്യാബിനിലാണ്. അപ്പോൾ ഇന്ന് 31 ഒക്ടോബറാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് നമ്മുടെ വുഡൻ ക്യാബിന് ചുറ്റുമുള്ള പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു പുഴയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന വുഡൻ ക്യാബിൻ പോലെ ഒരുപാട് വുഡൻ ക്യാബിൻസ് ഈ വാലിക്ക് ചുറ്റുമായിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള മരങ്ങളുടെ കളേഴ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഇതിനടുത്തൊരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ലേക്കിൻ്റെ അടുത്തായപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പം നോക്കിക്ക് ഈ ലേക്കിന് ചുറ്റുമായിട്ട് ഒരുപാട് വുഡൻ ക്യാബിൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറേ താറാവ് കൂട്ടങ്ങൾ വന്നിട്ട് ഇപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ് മോനെ. നോക്കി ഇപ്പോൾ തണുപ്പ് ഒന്നും കൂടെ കൂടി, നേരം വെളുക്കും തോറും തണുപ്പ് കൂടി തന്നെയാണെന്ന് തോന്നുന്നത്. പിന്നെന്താ, ഇപ്പോൾ കോടയൊക്കെ അതിനുണ്ടെങ്കിൽ നല്ലോണം തണുക്കുന്നുണ്ട്. പിന്നെ അത് ഈ പുഴയരികിൽ കുറേ താറാവുകളൊക്കെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് നല്ല നല്ല ക്യാബിൻസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള വീക്കെൻഡ്സൊക്കെ വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഈ ഒരു അന്തരീക്ഷം കൂടെ വേണം സ്റ്റേ ചെയ്യാൻ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാൻ എനിക്ക് നല്ലോണം തണുക്കുന്നുണ്ട്. ഓട്ടം സീസണിലെ ഫോൾ എന്ന് പറയുന്നത് നല്ല തണുപ്പും അതിനൊപ്പം തന്നെ വെയിലും, ഇത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഈ ഇലകളുടെ കളേഴ്സൊക്കെ മാറുന്നത്. ഇവിടെ ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. കോടമഞ്ഞ് മൂടി നിൽക്കുന്ന ഈ മലയും ഇതിൻ്റെ താഴ്വരയും, ഇങ്ങനൊരു കാഴ്ച ഈ ഒരു ഓട്ടം സീസണിൽ മാത്രമേ ഉള്ളൂ. ഹണ്ടേഴ്സ് ജാക്ക് എന്നാണ് ഈ വുഡൻ ക്യാബിൻ്റെ പേര്. ഈ വുഡൻ ക്യാബിൻ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച മരം പെട്ടെന്നൊന്നും ചിതലരിക്കില്ല, മഴയത്തൊന്നും നശിക്കില്ല. കാരണം ഇതിനുപയോഗിച്ചിരിക്കുന്ന തടി കെമിക്കൽ പ്രോസസ്സിങ് കഴിഞ്ഞവയാണ്. അതുകൊണ്ട് തന്നെ ഈ വുഡൻ ക്യാബിന് ആയുസ് കൂടുതലായിരിക്കും. ഓട്ടം സീസണിലാണ് സാധാരണയായിട്ട് ഈ വുഡൻ ക്യാബിന് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ ഈ സ്മോക്കി മൗണ്ടൈൻ്റെ വാലിയിലായിട്ട് ഒരുപാട് വുഡൻ ക്യാബിൻസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ. കാരണം ചുറ്റും മൗണ്ടൈനും ഒരുപാട് മരങ്ങളും സൈഡിലും പുഴയൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൊരു വുഡൻ ക്യാബിൻസ്. ഇതുപോലുള്ള കുറേ ക്യാബിൻസ് ഇതിന് ചുറ്റുമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ക്യാബിനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ക്യാബിനൊന്ന് ഫുള്ളായിട്ട് കാണാം എങ്ങനെയാണെന്ന്. ഇതൊരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു നല്ലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാബിൻ മൊത്തം വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹണ്ടേഴ്സ് ജാക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും
ആ ഒരു തീമിലാണ്. നമുക്ക് കാണാൻ പറ്റും പൊക്കത്തൊരു തോക്കിരിക്കുന്നുണ്ട്, താഴെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് സ്റ്റഫ്ഡ് ആനിമൽസിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ദേ അവിടെ ഇരിക്കുന്ന അണ്ണാനെയൊക്കെ ജീവനുണ്ടോ എന്ന് തോന്നിപ്പോകും. അതുപോലുള്ള സ്റ്റഫ്ഡ് ആനിമൽസിന് നമുക്ക് ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കൊരു ഹണ്ടേഴ്സ് ജാക്കിൻ്റെ ഒരു ആംബിയൻസ് നമുക്കിവിടെ കിട്ടും. താഴെ തന്നെയായിട്ട് ഡൈനിങ് ഏരിയ. ഈ ഫർണിച്ചറും വുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹോളിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ കിച്ചണാണിത്. ഇവിടെ ഒരു ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ വയ്ക്കാനായിട്ട്. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടെഡി ബേഴ്സിൻ്റെ ഡോൾ വെച്ചിട്ടുണ്ട്. കുക്കിംഗ് സ്റ്റൗ, ഓവൻ, റെഫ്രിജറേറ്റർ, ഡിഷ് വാഷർ, വാഷ് ബേസൻ. പിന്നെ ഈ സൈഡിൽ കാണുന്ന കബോർഡ്സിലൊക്കെ പ്ലേറ്റ്സും കപ്സൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഈ സ്മോക്കി മൗണ്ടനിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ആനിമൽ കരടിയാണ്. കിച്ചൺ കബോർഡിൻ്റെ പൊക്കത്തായിട്ട് ഇതുപോലെ സ്റ്റഫ്ഡ് ആനിമൽസിൻ്റെയും ടെഡി ബേഴ്സിൻ്റെയൊക്കെ ഡോൾ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു വാൾ പെയിൻറ്റിങ്ങും ഇവിടെ വെച്ചിട്ടുണ്ട്. സ്മോക്കി മൗണ്ടൻ്റെ തന്നെ വാൾ പെയിൻറ്റിംഗ് ആണത്. ഹോളിനോട് ചേർന്നുള്ള ഈ റൂമിലേക്ക് പോകുമ്പോൾ സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ കാണാം. പാക്മാൻ്റെ ഗെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള വിൻഡോസിലൂടെ നോക്കിയാൽ നമുക്ക് സ്മോക്കി മൗണ്ടൻ കാണാൻ പറ്റും. ഫോഴ്സ് ബോൾ ഗെയിംസ് ഉണ്ട്. ഈ റൂമിന് പുറത്തേക്ക് തുറക്കാവുന്നൊരു വാതിലുണ്ട്. അവിടെയാണ് ഹോട്ട് ടബും ഒപ്പം തന്നെ വുഡൻ ചെയേഴ്സും ടേബിൾസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നല്ല ഫർണിച്ചേഴ്സും നല്ല പെയിൻറ്റിങ്സൊക്കെ കൊടുത്ത് നല്ലൊരു ആംബിയൻസ് ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇപ്പം കണ്ട ഹാളിനോട് ചേർന്നുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണിത്. വുഡൻ ഫർണിച്ചേഴ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഡ്രസ്സ് വയ്ക്കാനായിട്ടുള്ളൊരു ക്ലോസറ്റ് ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെ അകത്തും ഇതുപോലുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസ് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോവാം. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇതേപോലെ നല്ല ഭംഗിയുള്ള കാർപ്പറ്റ്സ് വിരിച്ചിട്ടുണ്ട്. തണുപ്പായതുകൊണ്ടാണ് കാർപ്പറ്റ്സൊക്കെ വിരിച്ചിട്ടേക്കുന്നത്. മുകളിൽ 2 ബെഡ്റൂം കൂടി ഉണ്ട്, അതും കൂടെ നോക്കാം. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അത് വളരെ ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കയറി ഈ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ആ ഒരു സ്മോക്കി മൗണ്ടൻ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണിത്. എല്ലാ ബെഡ്റൂംസും തന്നെ ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവിടെയും വുഡ് കൊണ്ടുള്ള ഫർണിച്ചർ തന്നെയാണ്. സിമ്പിളായിട്ടുള്ള നല്ല നല്ല പെയിൻറ്റിങ്സൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. പൊക്കത്തെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെയും വുഡൻ ഫർണിച്ചേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ഡോളൊക്കെ ഉണ്ട്. നല്ല നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് ഓട്ടം സീസണിൻ്റെ പെയിൻറ്റിങ്സ് ആണിത്. പൊക്കത്ത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത്.
അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ സ്മോക്കി മൗണ്ടനിൽ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത പാട്ടിൽ വരും. ഇപ്പോൾ വൈകുന്നേരം തിരിച്ച് ക്യാബിനിലെത്തിയിട്ട് കുറച്ച് ഗ്രില്ല് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ഗ്രില്ലിങ് നമ്മുടെ ബാക്കിലായിട്ടാണ് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ ബാക്കിലൂടെ പോകുമ്പോൾ ഇത് ലോണ്ട്രി ഏരിയാസാണ്. നല്ല തണുപ്പുണ്ട് പുറത്ത്. യാത്രയുടെയൊക്കെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹോട്ട് ടബിലൊക്കെ ഇറങ്ങി കിടക്കാം. പിന്നെ കുറേ നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുന്നതും ഒരു പ്രത്യേക രസമല്ലേ. പനീർ നമുക്ക് ഗ്രില്ല് ചെയ്യാം. നമ്മുടെ ഗ്രില്ലൊക്കെ റെഡി. അപ്പോൾ ഈ ഒരു രാത്രി നമ്മൾ ഫുഡൊക്കെ ഗ്രില്ല് ചെയ്ത് ചെറിയ ചെറിയ ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ വരുന്നത് ഇതുപോലുള്ള പുതിയ പുതിയ കാഴ്ചകളായിരിക്കും. നമുക്കതൊക്കെ ഒന്നിച്ചിരുന്ന് കാണാം. അതിനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.